ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും IPCയുടെ വളർച്ചയിൽ അമേരിക്കൻ മലയാളികൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് അതിങ്ങനെ പതിയെ പതിയെ കുറഞ്ഞ് ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. വിദേശത്തു നിന്നുള്ള പ്രസംഗർ, അതായത് സായിപ്പന്മാരുടെ കാര്യമല്ല പറയുന്നത്, മലയാളികളായിട്ടുള്ള പ്രസംഗകർ എല്ലാ വർഷവും ഇവിടെ വന്ന്, അമേരിക്കൻ സഭകളിലെ പാസ്റ്റേഴ്സ് ഇവിടെ വന്ന്, മലയാളികൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 കൺവെൻഷനുകളിലും ഇപ്പോൾ അവർക്ക് പ്രസംഗിക്കുവാൻ വയ്യാത്ത, അല്ലെങ്കിൽ ചിലരൊക്കെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് വലിയ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നു? അറിയാം. ഒരു ചെറിയ ബന്ധമായിരുന്നു ഈ പാസ്റ്റേഴ്സ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ. അതും കൂടെ അറ്റുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയിൽ അസ്വസ്ഥതയുള്ളതായ ഹിന്ദു തീവ്രവാദികൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അത് മാത്രമല്ല, നമ്മുടെ ആളുകൾ ആവശ്യമില്ലാത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് 2 പേര് സ്ഥാനപ്പെട്ടാൽ നമ്മൾ വേണം 200 ആക്കും, പിന്നെ ആ ഗ്രാമം മൊത്തം സുശേഷീകരിക്കപ്പെട്ടെന്ന് അടിച്ചുവിടും. നമ്മുടെ ഈ പ്രമുഖരായ പ്രസംഗകരുണ്ടല്ലോ, അതായത് കേരളക്കരയിലെ പ്രസംഗകർ, ഇവർക്ക് അവസരം കുറയുന്നു എന്നുള്ള ചിന്തയിൽ ഇവര് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന പുള്ളികൾക്കിട്ട് കൂടി വേല വെച്ചു കൊടുത്തതാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ റോയി വാകത്താനവുമായി ഒന്നിച്ചുള്ള സംഭാഷണം തുടരുകയാണ്. സുദീർഘമായ നിരവധി വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭാവിയെക്കുറിച്ച്, അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. എന്നാൽ കുമ്പനാട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ലോക്കൽ സഭകളിലേക്ക് അത് വ്യാപിച്ചിട്ടില്ല. അധികം വൈകാതെ സഭയുടെ പ്രശ്നങ്ങൾ ലോക്കൽ സഭകളെ ബാധിക്കുന്ന നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയത്. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാം പാസ്റ്റർ റോയ് വാകത്താനത്തെ. യെസ്, റോയ് ചായ, നമ്മൾ IPCയെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. സഭയുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയും താല്പര്യവും നമുക്കെല്ലാവർക്കും ഉണ്ട്. എത്രയും പെട്ടെന്ന് അതിന് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ നേരിടുകയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ സഭകളെ ഈ വിഷയങ്ങളൊന്നും ഇതുവരെ ബാധിച്ചില്ല. ഇനി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ലോക്കൽ സഭകളിലെ ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം, അതായത് മെയ് മാസത്തിന് മുൻപായിട്ട് ഈ കാര്യം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏകദേശം 1/3 പാസ്റ്റേഴ്സ് ഒരു വർഷം, അതായത് ഈ 3500 പാസ്റ്റേഴ്സിൽ ഏകദേശം 1000 പാസ്റ്റേഴ്സിന് സ്ഥലം മാറ്റം നടക്കണം. അങ്ങനെ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുവാൻ പോകുന്നത്. ആരാണ് ഓർഡർ കൊടുക്കേണ്ടത്? ആ പാസ്റ്റേഴ്സിൻ്റെ ID കാർഡ് പോലും പുതുക്കി കൊടുക്കുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സഭയ്ക്കുള്ളത്. കാരണം സംസ്ഥാന ഭരണം സംബന്ധിച്ച് ഉള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇത് കേരളത്തിലെ കാര്യം. എന്നാൽ റോയ്ച്ചാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ഒരു റീജിയൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ IPC ഫാമിലി കോൺഫറൻസിൻ്റെ ചെയർമാനാണ് നടക്കുവാൻ പോകുന്നത്. ഒരു കാലത്ത് അമേരിക്കയിലെ IPC സഭകൾ അതിശക്തമായിരുന്നു. ഇന്നും IPC സഭകൾ വലിയ സഭകളാണ്, ശക്തമാണ്, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ആ സഭകളിലെ പുതിയ തലമുറ ഈ IPCയോട് താല്പര്യമുള്ളവരോ, IPCയുടെ ഈ കുമ്പനാട് നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് അവയർനെസ് ഉള്ളവരോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണ് അവരുടെ ഒരു നിലപാട്? എന്താണ് അമേരിക്കയിലെ ഈ അടുത്ത തലമുറ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വീഡിയോയിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തു. അപ്പം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പം ഇവിടെ നടക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ബഹളം നടക്കുന്നു എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് എത്രമാത്രം ഇപ്പോഴും ബോധവാന്മാരാണ്, അവരത്ര ഇതിനെക്കുറിച്ച് വറീഡാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് IPCയോ ചർച്ച് ഓഫ് ഗോഡോ AG എന്നുള്ള ഈ സഭ ലേവൽ അവർക്കൊരു വിഷയമല്ല. എന്നാൽ അനേക കുഞ്ഞുങ്ങൾ സുവിശേഷാത്മാവുള്ള പിള്ളേരാണ്. മിഷൻ ഫീൽഡിൽ അവർക്ക് പോകണമെന്നും മിഷൻ വർക്ക് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹം പിള്ളേർക്കുണ്ട്. ഇവരിൽ നല്ല പങ്കും നല്ല എഡ്യൂക്കേഷനുള്ളവരും നല്ല ഇൻകം ഉള്ള പിള്ളേരാണ്.
അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ താല്പര്യം പോകാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ടും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. മെക്സിക്കോ, പല കാരണങ്ങൾ അതിനുണ്ടാകാം. പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവർക്ക് യാത്ര ഫ്യൂ അവേഴ്സ് കൊണ്ട് അവർക്ക് അവിടെ എത്താൻ പറ്റും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, വളരെ അടുത്ത്. ആഫ്രിക്കൻ രാജ്യങ്ങൾ കുറച്ചുകൂടെ ദർശനമുള്ള പിള്ളേരെ അങ്ങോട്ട് പോകാറുള്ളൂ. എന്നാൽ കൂടുതലും പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കുമ്പനാടോ അല്ലെങ്കിൽ ഈ IPCയോ ഒന്നും ഇവർക്കൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലില്ല. അതാ സത്യം. സത്യത്തിൽ ഇവിടെ നിന്ന് പോയ ഒരു തലമുറയ്ക്കായിരുന്നു ഈ സഭയോടൊരു വലിയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലോക്കൽ അവരുടെ സഭകൾ, അവർ സ്ഥാപിച്ച സഭകൾ ഇവിടെയുള്ള സഭകളെ സപ്പോർട്ട് ചെയ്തു, ഇവിടെയുള്ള മിഷനെ സപ്പോർട്ട് ചെയ്തു, പണം അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന പാസ്റ്റേഴ്സിനെ സ്വീകരിച്ചു. ഇങ്ങനെയൊക്കെ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും IPCയുടെ വളർച്ചയിൽ അമേരിക്കൻ മലയാളികൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് അതിങ്ങനെ പതിയെ പതിയെ കുറഞ്ഞ് ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം 2-3 കാര്യങ്ങൾ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഒരു മിഷൻ സന്ദർശനം നടത്താനൊന്നും അവർ അത്രയും സമയം കളയാനായിട്ടില്ല. 2, ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവിടുന്ന് ഇവിടെ വന്ന് ഒരു അമേരിക്കൻ പൗരൻ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു മിഷൻ ഫീൽഡിലൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്ത് അവരും ഇന്ത്യക്കാരനാണെങ്കിൽ പോലും അവർ തെറ്റിദ്ധരിക്കപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ തന്നെ ഈ സീസണിലെ പ്രമുഖ സഭകളുടെ, അതായത് IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഈ സഭകളുടെ ജനറൽ കൺവെൻഷനുകളിൽ വിദേശത്തു നിന്നുള്ള പ്രസംഗർ, അതായത് സായിപ്പന്മാരുടെ കാര്യമല്ല പറയുന്നത്, മലയാളികളായിട്ടുള്ള പ്രസംഗകർ എല്ലാ വർഷവും ഇവിടെ വന്ന്, അമേരിക്കൻ സഭകളിലെ പാസ്റ്റേഴ്സ് ഇവിടെ വന്ന്, മലയാളികൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ പലരും ഇവിടെ വരും ഒരു സീസണിൽ, ഈ കൺവെൻഷൻ സീസണിൽ പലയിടത്ത് പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നല്ല പ്രസംഗകരുണ്ട് താനും. പക്ഷേ ഈ 3 കൺവെൻഷനുകളിലും ഇപ്പോൾ അവർക്ക് പ്രസംഗിക്കുവാൻ വയ്യാത്ത, അല്ലെങ്കിൽ ചിലരൊക്കെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് വലിയ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നു? അറിയാം. അപ്പം ഇങ്ങനെ ഒരു ബന്ധം കൂടെ, ഇതിപ്പോൾ ഈ ഒരു ചെറിയ ബന്ധമായിരുന്നു ഈ പാസ്റ്റേഴ്സ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ, അതും കൂടെ അറ്റുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാസ്റ്റർ സാംകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ ഈ OCI വിഷയം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയിൽ അസ്വസ്ഥതയുള്ളതായ ഹിന്ദു തീവ്രവാദികൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അത് മാത്രമല്ല, നമ്മുടെ ആളുകൾ ആവശ്യമില്ലാത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് 2 പേര് സ്ഥാനപ്പെട്ടാൽ നമ്മൾ വേണം 200 ആക്കും, പിന്നെ ആ ഗ്രാമം മൊത്തം സുവിശേഷീകരിക്കപ്പെട്ടെന്ന് അടിച്ചുവിടും, ട്രൈബൽ ഏരിയ മൊത്തം ഇളകി ക്രിസ്ത്യാനിയായെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കും. ഇതെല്ലാം വെബ്സൈറ്റുകളിൽ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ പർപ്പസ്ഫുള്ളി റിപ്പോർട്ട് ചെയ്തതാകാം. വേറൊരു സംശയം കൂടെ എനിക്ക് ഇല്ലാഴികയില്ല, ചിലപ്പോൾ അത് അസ്ഥാനത്തായിരിക്കാം. എങ്കിലും നമ്മുടെ ഈ പ്രമുഖരായ പ്രസംഗകരുണ്ടല്ലോ, അതായത് കേരളക്കരയിലെ പ്രസംഗകർ, അവർ കുറേ പേരുണ്ട്. ഇവർക്ക് അവസരം കുറയുന്നു എന്നുള്ള ചിന്തയിൽ ഇവരെ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന പുള്ളികൾക്കിട്ട് കൂടി വേല വെച്ചു കൊടുത്തതാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അമേരിക്കയിൽ നിന്ന് വരുന്ന പാസ്റ്റർമാർക്ക് ഇവിടെ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷനിലും ജനറൽ കൺവെൻഷനിലും കൂടുതൽ പ്രാധാന്യം കിട്ടും. അപ്പം ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന അതിൻ്റെ പല ഗുണങ്ങളാണ്. അതായത് ഈ ലോക്കൽ ഒരു സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ കൺവെൻഷൻ നടത്തുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുണ്ട്. ഈ കൺവെൻഷൻ പ്രസംഗകർ അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക് 1 രൂപ പോലും കൊടുക്കണ്ട. അപ്പം അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം ഈ പ്രസംഗകർ കുറച്ച് കാലങ്ങളായിട്ട് അമേരിക്കയിൽ നിന്നുള്ള സഭകളിലെ പാസ്റ്റേഴ്സ് ഇവിടെ വന്ന് പ്രസംഗങ്ങൾ പല വേദികളിലും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനത് പറഞ്ഞത് ഞാൻ പ്രൂവ് ചെയ്യാം. കാര്യം ഇപ്പം നമ്മുടെ തന്നെ കൺവെൻഷൻ, ഞാൻ മറ്റൊരു വിഭാഗത്തെ എടുക്കേണ്ട, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കുമ്മനാട് കൺവെൻഷൻ നടക്കുന്നു.
രാത്രി യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന മൊത്തം ലിസ്റ്റ് എടുത്താൽ അതെ കൂടുതൽ വിദേശികളാണ്. അതെ അതായത് നമ്മുടെ മലയാളികളായ വിദേശ സഭകളുടെ ചുമതലയുള്ളൂ. അതേസമയം കേരളത്തിൽ പ്രസംഗിച്ച് നടക്കുന്ന അനേക കൺവെൻഷൻ പ്രസംഗകർക്ക് ഒരവസരം പോലും ഈ രാത്രി യോഗങ്ങൾ കിട്ടുന്നില്ല. അവർക്ക് അസ്വസ്ഥത സ്വാഭാവികമായും ഉണ്ടാകാമല്ലോ. അതെ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരുടെ കറുത്ത കരങ്ങളാണ് ഉള്ളതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് സംഗതി പോകും. കാരണം ഇപ്പോഴിവിടെയുള്ള ബന്ധമെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടല്ല കേരളക്കരയുമായിട്ടുള്ള ബന്ധം ഈ വർഷം തോറും കൺവെൻഷന് വരുമ്പം കുറേ ദൈവദാസന്മാർ വരുന്നു, ആളുകളെ കാണുന്നു, സഹായിക്കുന്നു, ഈ വക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ അവസരം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കിവിടെ വരാനൊക്കത്തില്ല, ശുശ്രൂഷിക്കാനൊക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അവരാരും വരത്തില്ല. അവരുടേതായ സാമ്പത്തികമായ ആ നില സഹായങ്ങൾ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഒരു കൂട്ടം ആൾക്കാർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരു മര്യാദയില്ലാതെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തൊരു അജ്ഞതയാണ്. ഇനിയും അമേരിക്കക്കാരുടെ ഒന്നും കാശിനൊന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറക്കത്തില്ലല്ലോ. ഈ ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് സഹായിക്കാൻ കൊടുക്കാൻ മനസ്സില്ല. ഇവിടെ നമുക്ക് കേസ് നടത്താൻ പൈസയുണ്ട്, വക്കീലന്മാരെ ഏതിനെ ലെവലിലുള്ളവരെ ഹയർ ചെയ്യാനും നമുക്ക് പൈസയുണ്ട്. പക്ഷേ അതേ കൂട്ടത്തിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടുള്ളവനെ കാണാൻ കണ്ണില്ല. അതിന് എനിക്ക് നിരവധി തെളിവ് പറയാനുണ്ട്, പക്ഷേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ അവരാണ് പറയുന്നത് വിദേശികളുടെ പണമൊന്നും ഇല്ലാതെ ഇവിടെ നടക്കും. അപ്പം നടക്കരുത് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഈ കൊടുക്കാനുള്ള ആ നിലയിൽ എത്ര പേര് മുമ്പോട്ട് വരുമെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഈ OCI വിഷയം എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. അമേരിക്കയിൽ ഹിന്ദുയിസം അതിവേഗം വളരുകയാണ്. ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന അമ്പലങ്ങൾ എന്തൊരു ഇവർ വളരെ വളരെ ട്രിക്കി ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു അമ്പലം ഒരു സ്ഥലത്ത് പണിത് കഴിയുമ്പോൾ ഈ റിലീജിയസ് സ്റ്റഡി എന്ന് പറയുന്നത് അമേരിക്കയിലെ സ്കൂളിലെ ഒരു സബ്ജക്റ്റ്. ഹിന്ദുയിസം ഒരു പ്രധാനപ്പെട്ട മതമാണ്, വേൾഡ് റിലീജിയൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മതമാണ്. അപ്പോൾ ഈ ഹിന്ദുയിസത്തെക്കുറിച്ച് പഠിക്കാൻ സ്കൂളുകളിൽ നിന്ന് തന്നെ ട്രിപ്പ് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ അമ്പലം സന്ദർശിക്കാൻ. അപ്പോൾ ഇവർ മാർബിളിൽ കൊത്തി ഉണ്ടാക്കി ഇവിടുന്ന് തന്നെ ആളുകൾ വന്നു ഒക്കെ ഇതിൻ്റെ പരിപാടിയെല്ലാം പോയി വലിയൊരു ഏറിയ തന്നെ ചില അമ്പലങ്ങൾ. അപ്പോൾ ആ നിലയിൽ വന്നു കഴിയുമ്പോൾ ഈ അമ്പലത്തിലേക്ക് സ്കൂൾ ട്രിപ്പാണ്, ഫീൽഡ് ട്രിപ്പ് പോകണം അമേരിക്കയിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ. അപ്പോൾ ഈ പിള്ളേർ അവിടെ വരുന്നു. ഈ പിള്ളേർ അവിടെ വരുമ്പോൾ ഈ പിള്ളേർക്ക് കൊടുക്കാൻ ഇവർക്ക് നമ്മുടെ പഴയ ട്രാക്റ്റ് ലഘുലേഖ പോലെ ലിറ്ററേച്ചറുണ്ട്, അത് കൊടുത്തു വിടുന്നുണ്ട്. അവരവരെ സ്വാഗതം ചെയ്യുന്നു, കൈകൂപ്പി നിന്ന് സ്വാഗതം ചെയ്യുന്നു. ഈ വക പരിപാടിയല്ല, കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നാണ്. അപ്പം ഈ പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിലേക്ക് പിള്ളേരുടെ ചിന്ത കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ വേറൊന്നാണ് യോഗ. ഈ യോഗ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാൻ മേലാതെ പ്രൊമോട്ട് ചെയ്യുക. ചില പള്ളിക്കാർ പോലും യോഗ നടത്താനായിട്ട് അവരുടെ ഫെസിലിറ്റി വിട്ടു കൊടുക്കുകയാണ്. അപ്പം OCI വെച്ചുള്ള ഈ പരിപാടി ഗവൺമെൻറ് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ചെയ്യുന്നു. അതെ. സെയിം ടൈമിൽ വെള്ളക്കാർ, യൂറോപ്യൻസ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വരുന്നു. അവരെ മാതാ അമൃതാനന്ദമയുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ അനേക സ്ഥലങ്ങളിലുണ്ട്. ഇവർക്കിവിടെ കുംഭമേളയ്ക്ക് പങ്കെടുക്കാം, ശബരിമലയിൽ വേണമെങ്കിൽ കെട്ടിപ്പോകാം. അപ്പോൾ അവർ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ വരുന്ന വെള്ളക്കാരൻ ഇവിടുത്തെ സ്വാമിമാർ പോണ പോലെ തന്നെ കെട്ടി ശബരിമല കയറുന്നു, അല്ലെങ്കിൽ തിരുപ്പതി പോകണു, മറ്റിടത്ത് പോകും. ഇതെല്ലാം ചെയ്യാനുള്ള ഫ്രീഡം ഇവർക്കുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഹിന്ദുക്കൾക്ക്, വിദേശികൾക്ക്, അല്ലെങ്കിൽ ഹിന്ദു മാർഗത്തിൻ്റെ കർമ്മം ചെയ്യാൻ വിദേശത്തിൽ നിന്ന് വരുന്നവർക്ക് അനുമതിയുണ്ട്. അതാകാം. ക്രിസ്ത്യാനിക്ക് അവൻ്റെ സമൂഹത്തിൽ വന്ന്, അവൻ്റെ ഓൺ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് അവൻ OCI കാർഡാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുന്നതിനകത്ത് അർത്ഥമില്ല. എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാനിപ്പോൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ. ഞാൻ ആരാധിക്കുന്നൊരു മനുഷ്യൻ, എല്ലാ സൺഡേയിലും പള്ളിയിൽ പോവുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഞാൻ അമേരിക്കയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള ചർച്ച് എനിക്കിവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രീഡമാണ് ഞാൻ ഈ രാജ്യത്ത് വരുമ്പോൾ ആ സ്വാതന്ത്ര്യം ഉള്ളിടത്ത് പോയി ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആരാധന സംവിധാനത്തിലുള്ളതാണ് പാട്ട്, പ്രാർത്ഥന, പ്രബോധനം എന്ന് പറയുന്നതൊക്കെ എൻ്റെ ആരാധനയുടെ ഭാഗമാണ്. ബൈബിൾ അത് പഠിപ്പിക്കുന്നു. നിങ്ങൾ പ്രബോധനം, പരസ്പരം പ്രബോധിപ്പിച്ചും എന്ന് പറയുന്ന പ്രബോധനം ആരാധനയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വിസിറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ പങ്കെടുക്കുന്ന സഭയിൽ എനിക്ക് സംസാരിക്കാൻ അവസരമില്ല എന്ന് പറയുന്നത് എൻ്റെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ലീഗലി ഉള്ള കൊണ്ടുപോകേണ്ട പോയിൻറ്റ്സാണ്. പക്ഷേ ഇതൊരു ഫെയറായിട്ടുള്ള കാര്യമല്ല എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യയിൽ വിദേശികൾ വരുന്നതാണ് വിഷയമെങ്കിൽ
അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. വെള്ളക്കാരൻ വരുമ്പോൾ അവനും ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നത്, അവൻ റിലീജിയസ് വിസയിലല്ല വരുന്നത്. അപ്പോൾ അവനിതാകാം, ഇവിടുത്തെ സകലതും അവന് പ്രാക്ടീസ് ചെയ്യാം, അവന് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാം, ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനി വന്നു കഴിഞ്ഞാൽ കുഴപ്പം. ആ ഒരു ശരിയായ പോക്കാണെന്നുള്ള ചിന്ത എനിക്കില്ല. ഓക്കെ, ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് കേരളത്തിലെ മലയാളി സഭകളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അമേരിക്കയിലെ മലയാളികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറ, ശരിക്കും ഈ പുതിയ തലമുറ ഇപ്പോൾ 3ാം ജനറേഷൻ 4ാം ജനറേഷനൊക്കെയാണ് അമേരിക്കൻ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4ാം തലമുറയിലേക്ക് 3ാം തലമുറയിലേക്ക് എത്തിയിരിക്കുന്ന യുവജനങ്ങളുടെ ആത്മീയ താല്പര്യം നിങ്ങളുടെ ഒരു പഴയ തലമുറയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഈ നമ്മളുടെ അടുത്ത തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ മലയാളി സഭകളിൽ തന്നെ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും ആത്മീയ കാഴ്ചപ്പാടുള്ള അനേക പിള്ളേർ, അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ബൈബിൾ പഠിക്കാൻ പോയിരിക്കുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് നിരവധി ആളുകളെ അറിയാം. നമ്മുടെ ഈ നെക്സ്റ്റ് ജനറേഷനിൽ ബൈബിൾ പഠിക്കാൻ പോയി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് അമേരിക്കയിലെ ലീഡിങ് ചർച്ചസിൻ്റെ ലീഡ് പാസ്റ്ററായിട്ടിരിക്കുന്ന നമ്മുടെ പിള്ളേരുണ്ട്. പക്ഷേ ഇവർ നമ്മുടെ കൂട്ടത്തിൽ വരുന്നില്ല. IPC എന്നുള്ളതല്ല, മലയാളി കമ്മ്യൂണിറ്റിയുമായിട്ട് അവർ ബന്ധപ്പെടുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷം വളരെ ചുരുക്കം ചില പിള്ളേർ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റി വരാൻ, യൂത്ത് പാസ്റ്ററായിട്ട് നമ്മുടെ ചർച്ചിൽ വന്നിട്ട് പിന്നീട് സീനിയർ പാസ്റ്ററായിട്ടുള്ള അവസരം കിട്ടാൻ, ആ കാര്യങ്ങളിലൂടെ പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. കാര്യം നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഇവിടുന്ന് പറിച്ച് അമേരിക്കയിലോട്ട് വെച്ചെങ്കിലും നമ്മൾ മാറിയില്ലല്ലോ. നമ്മൾ ഈ സിസ്റ്റം അവിടെ തുടരുകയല്ലേ. ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ സഭായോഗത്തിന് സാക്ഷ്യവും ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, പിന്നെ 2 പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് സങ്കീർത്തനം വായന, പിന്നെ അത് കഴിഞ്ഞ് സാക്ഷ്യം, പിന്നെ അത് കഴിഞ്ഞ് പ്രസംഗം, പിന്നെ കർത്തൃമേശ തീർന്നു. അത് കുറച്ച് മാറി. ഇപ്പം സാക്ഷ്യത്തിന് ഒരു സഭയിലും തന്നെ സമയം കൊടുക്കുന്നില്ല. അത് കുറച്ച് പിള്ളേർക്ക് ഏറ്റവും ബോറിംഗ് ഉള്ള ഒരു ഭാഗമായിരുന്നു സാക്ഷ്യത്തിൻ്റെ ഭാഗം. അത് കുറച്ചു. എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ആരാധന വളരെ ലെങ്തി ആണെന്ന് പിള്ളേർ വിശ്വസിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരം ഇരിക്കാനും ഇതൊന്നും അവർക്ക് ആകെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഒരു ഷോർട്ട് മെസ്സേജ്. അപ്പോൾ ഇത് ഒറ്റ മണിക്കൂർ കൊണ്ട് മറ്റേ വിദേശ സഭകളിൽ തീരും. നമ്മുടെ തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെങ്കിൽ പിള്ളേർ ആത്മീയരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ സെഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകളിൽ പിള്ളേർ വളരെ ആത്മീയ ആരാധന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ICPFൻ്റെ വർക്കും വളരെ കാര്യമായിട്ട് നടക്കുന്നു. അവരുടെ ക്യാമ്പ് നടക്കുമ്പോഴൊക്കെ നമുക്ക് പിള്ളേരെ ആത്മീയരാണെന്നുള്ളതിനകത്ത്, പിന്നെ തെറ്റായി പോയിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ടെന്നുള്ള അതുമാണ്. ഈ IPC സഭകൾ നേരത്തെ വളരെ സ്ട്രോങ് ആയിരുന്നു. IPCക്ക് വളരെ പ്രതിപാദനരായിട്ടുള്ള ദൈവദാസന്മാർ, പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ ന്യൂയോർക്കിൽ പാസ്റ്റർ KV കുര്യൻ, AC ജോർജ്, മാത്യു സാമുവേൽ, ഇങ്ങനെ പാസ്റ്റർ ജോൺ ഡാനിയൽ പിന്നീട് ഫ്ലോറിഡയിലേക്ക് പോയെങ്കിലും. അപ്പം ഇങ്ങനെ നിരവധി പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു തലമുറ മുഴുവൻ നല്ല, പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ MS സാമുവേലൊക്കെ, ഈ പഴയ പാസ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് IPCയിൽ എണ്ണി പറയാൻ എത്ര നല്ല പാസ്റ്റേഴ്സ് നല്ലവരെന്നുള്ളതല്ല, അർത്ഥത്തിലല്ല, ഞാൻ നല്ലതോ മോശമോ എന്നുള്ളതല്ല. ഒരു വിഷയമുണ്ടായാൽ IPCയുടെ നിലപാട് പറയാൻ പറ്റുന്ന, തിയോളജി പറയാൻ പറ്റുന്ന, ആ വിഷയത്തിലൊന്ന് ഇടപെടാൻ പറ്റുന്ന എത്ര പാസ്റ്റേഴ്സ് IPCക്കുണ്ട്? സാംകുട്ടിയുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പറയപ്പെട്ട ഇപ്പോൾ സാംകുട്ടി പേരെടുത്ത് പറഞ്ഞ ദൈവദാസന്മാർ അവരെല്ലാവരും ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം ആ സ്വാധീനമുള്ള, ഇപ്പം ഈ പറയപ്പെട്ട പേരുകളിൽ തന്നെ തിയോളജിക്കലി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ മാത്യു സാമുവേൽ അച്ചായനും അതുപോലെ പാസ്റ്റർ KV കുര്യൻ തുടങ്ങിയവരാണ്. AC ഓർച്ചായൻ ഒരു പാസ്റ്ററൽ കെയറിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ. പുള്ളിക്കാരൻ ഒരു തിയോളജി പഠിപ്പിക്കത്തക്കോണമോ അല്ല, അപ്പോൾ തന്നെ പുള്ളി ഒരു ഉപദേശത്തിന് വേണ്ടി നിന്നു എന്നല്ലാതെ ഉപദേശം തർക്കിച്ച് സ്ഥാപിക്കത്തക്കോണം ആ ടൈപ്പ് അല്ല അദ്ദേഹം ഒരു പാസ്റ്ററൽ കെയറിൽ നമുക്ക് തുല്യം നിൽക്കാനില്ലാത്തതുപോലുള്ള പാസ്റ്ററൽ കെയർ ആയിരുന്നു അദ്ദേഹത്തിന്. ശുശ്രൂഷയുടെ വിജയവും അത് തന്നെയായിരുന്നു.
എന്നാൽ അതുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുപോലെ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന അംഗീകാരമുള്ള ദൈവദാസന്മാർ ആ നിലയിലില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതാണ് ഇപ്പോൾ അമേരിക്കൻ IPC സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ സഭയുടെ സംവിധാനത്തിൽ നമുക്ക് റീജിയനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ റീജിയനുകൾ എന്ന് പറയുന്നതൊക്കെ ഒരു സെറ്റപ്പ് എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാ സഭയും ഇൻഡിപെൻഡൻ്റ് അല്ലേ? അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് അവർ രജിസ്റ്റർ ചെയ്തേക്കുന്ന അവരുടെ സ്വന്തം സഭകളാണ് എല്ലാ സഭകളും. ഇതെല്ലാം ഒരു ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളത് അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു റീജിയണൽ സെക്രട്ടറി, എനിക്ക് യാതൊരു അധികാരവും ഇല്ല ഈ റീജിയനിൽപ്പെട്ട ഒരു സഭയുടെ ആഭ്യന്തര കാര്യത്തിൽ കൈകാര്യം ചെയ്യാൻ. അവർ നമ്മളോട് സമീപിക്കുന്നുമില്ല. ഇതൊരു ഫെലോഷിപ്പ് എന്നുള്ളതല്ല, ഈ റീജിയൻസ് അല്ല ഒരു ഫെലോഷിപ്പ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന തിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായാൽ സംസാരിക്കുന്ന ചില സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കുന്ന ചില ദേവദാസന്മാരുണ്ട്. ഇപ്പം പിന്നെ ഷിബു തോമസ് ചില വിഷയങ്ങൾ, പാസ്റ്റർ ഷിബു തോമസ് ഒക്കലോമ ചില വിഷയങ്ങൾ വരുമ്പോൾ പരസ്യമായി പ്രതികരിക്കാറുണ്ട്. പാസ്റ്റർ KC ചാക്ക ഹ്യൂസ്റ്റൺ പരസ്യമായി സ്റ്റാൻഡ് എടുത്ത് ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ ചില ദൈവദാസന്മാർ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവരെ ഒന്നും ഈ മൊത്തം മറ്റേ സീനിയർ പാസ്റ്റർമാർക്ക് പണ്ടുണ്ടായിരുന്ന പോലുള്ള അത്ര വലിയ അംഗീകാരം മൊത്തം സമൂഹത്തിൽ വരുമ്പോൾ ഇല്ല. മറ്റൊരു കാര്യം, അമേരിക്കയിൽ IPC സഭകൾ വളരെ ശക്തമായ വലിയ സഭകളുണ്ട്. മലയാളി സഭകളിൽ പ്രമുഖമായ സഭകൾ. ഈ സഭകളെല്ലാം പാസ്റ്റേഴ്സിനെ എടുക്കുമ്പോൾ അവർക്ക് IPCക്കാരെ അല്ലെങ്കിൽ ആ പാരമ്പര്യമുള്ളവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? കിട്ടുന്നിടത്തുനിന്ന് പാസ്റ്റേഴ്സിനെ എടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും. പുതിയ തലമുറയിൽ ഈ പറയുന്ന പോലെ IPCയിൽ പുതിയ പാസ്റ്റേഴ്സ് ഉണ്ടായി വരുന്നില്ല, അമേരിക്കയിൽ ഉണ്ടായി വരുന്നില്ല. അതൊക്കെ വലിയ അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ IPCയുടെ മുന്നോട്ട് പോക്കിനെ തന്നെ വല്ലാതെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. സമൂഹമായിട്ട് പാസ്റ്റർ സാംകുട്ടി ഈ ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ മുമ്പിരുന്ന കുറേ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്? അതിനൊന്നും ഒരു സ്ട്രാറ്റജി ഇല്ല. ഓക്കെ, എനിവേ, പിന്നെ അടുത്ത ഒരു ചോദ്യം. ഈ അമേരിക്കൻ മലയാളി കോൺഫറൻസ് തന്നെ 2 വർഷത്തിലൊരിക്കലാക്കി. അതിൻ്റെ ഒരു മുഖ്യ ആള് പാസ്റ്റർ റോയി വാഗ്ദാനം ആയിരുന്നു, അല്ലേ? ആയിരുന്നു. താങ്കൾ ആ കാര്യത്തിൽ വിജയിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ഒരു കൂട്ടായ ഞാനത് തുടങ്ങി വെച്ചു. ഇതായത് PCNAC ഒന്നിടവിട്ടാക്കണമെന്നുള്ള മോഷൻ ആദ്യമായിട്ട് ഫ്ലോറിൽ കൊണ്ടുവന്നു. കൂകി തന്നെ ആൾക്കാർ കൂകിച്ചെന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു. ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു ഇതായിരുന്നു ആദ്യത്തെ പ്രതികരണം. പക്ഷെങ്കിൽ ഞാൻ വിട്ടില്ല. 2ാം പ്രാവശ്യം വീണ്ടും അവതരിപ്പിച്ചാൽ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് സംസാരിക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ് വന്നപ്പം എന്നോട് നമ്മുടെ കേരള എക്സ്പ്രസ്സിലെ ഈപ്പച്ചായൻ പറഞ്ഞു, റോയിയെ നമുക്കിനി ആൾ മാറി ഒന്ന് അവതരിപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 3ാം പ്രാവശ്യം വേറൊരാളെ കൊണ്ട് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു 3-4-5 മീറ്റിങ്ങുകളിൽ നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി അവതരിപ്പിച്ചു. എന്നിട്ട് അത് ഇവിടെ PCNAC മാത്രമല്ല IPC കോൺഫറൻസിലും അവതരിപ്പിച്ചു. IPC കോൺഫറൻസ് ഒന്നിടവിട്ടാക്കണമെന്ന് അവിടെ പാസ്സാക്കി വെച്ച് പിന്നെയും PCNAC ചെന്നു. PCNAC ഒന്നിടവിട്ടാക്കാൻ കാര്യം എന്ത് പണമാണെന്ന് ഈ 2 കോൺഫറൻസുകൾ, ഒരു വർഷത്തിൽ 2 കോൺഫറൻസ് ഒരു മനുഷ്യൻ കൂടണം. അല്ല സാറേ, ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയട്ടെ. ഇപ്പം പണം ഒത്തിരി ചിലവാക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും പണമില്ലാതെ കാര്യമൊന്നും നടക്കത്തില്ല. എന്നാലും ഇത്രയും വർഷങ്ങൾ ഈ സംഭവം ഭംഗിയായിട്ട് നടന്നു. ഫാമിലി കോൺഫറൻസുകളും നടന്നു, PCNACും നടന്നു. ഇപ്പം നമ്മൾ ഈ സാധാരണ ഇവിടെ ഒരു പൊതുവിലൊരു പറച്ചിലുണ്ട് കേരളത്തിൽ, ഈ സഭകൾ ഈ കൺവെൻഷനൊക്കെ നടത്തി ഇത്രയും കാശുകളുണ്ട്, ആ പണം ഉണ്ടെങ്കിൽ എത്ര പിള്ളേരെ കെട്ടിച്ചു. സാറേ, ഈ കൺവെൻഷൻ നടത്തുന്നവർ 1 രൂപയും പിള്ളേരെ കെട്ടിക്കാൻ കിട്ടത്തില്ല. എന്നാൽ ഈ കൺവെൻഷൻ നടന്നാൽ അതിൻ്റെ ഒരു ഔട്ട്കമായിട്ടാണ് പലപ്പോഴും പിള്ളേരെ കെട്ടിക്കലും കൂടെ നടക്കുന്നത്, അല്ലേ? അപ്പം ഇത് ഒന്നിൻ്റെ പണം മറ്റൊന്നിനും ചിലവാക്കുക, ഒന്നിൻ്റെ പണം മറ്റൊന്നിനും എടുത്ത് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ഫണ്ട് ഇവിടെ ഇരിക്കുകയല്ലല്ലോ. ഇത് ഒരു സംഭവം നടക്കുന്നു, അതിന് ആര് ലീഡർഷിപ്പ് കൊടുക്കുന്നു, അവരുടെ എഫേർട്ടിൽ അവർ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തുന്നു, നടത്തുന്നു. അല്ലാതെ ഇതിനൊരു നിയതമായ ഒരു സംവിധാനമോ ഭരണഘടനയോ അതിനൊരു ഒന്നുമില്ലാത്ത ഒരു കൂട്ടായ്മ മാത്രമായി അമേരിക്കൻ മലയാളി കോൺഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ സാംകുട്ടി, ഈ 2 വർഷത്തിലൊരിക്കൽ മതി എന്ന് പറയാൻ വന്നത്, ഇത് 2 കോൺഫറൻസുകൾ വന്നപ്പോൾ
സഭകൾക്ക് ഫാമിലി കോൺഫറൻസ് വന്നു. ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ, ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, IPC എല്ലാവർക്കും ഫാമിലി കോൺഫറൻസ് വന്നു. പ്ലസ് പീസനാക്ക് 2 കോൺഫറൻസ് വീതം ഓരോ വർഷവും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ് ഈ ആശയം മുമ്പോട്ട് വെച്ചത്. അതിന് മുമ്പല്ല. അപ്പോൾ ആ ആശയം വന്നു കഴിഞ്ഞപ്പോഴത്തേന്, കാരണം ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതൊരു ഭാരിച്ച എക്സ്പെൻസാണ്. കാര്യം മുമ്പിൽ നിൽക്കുകയോ പൊതുകാര്യങ്ങൾ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്നവരെ കാര്യം ബാക്കിയുള്ള. അതുമാത്രമല്ല, പീസനാക്കിൻ്റെ സ്ട്രെങ്ത് കുറയാനും തുടങ്ങി. ഇത് ഫാമിലി കോൺഫറൻസിനെയും ബാധിക്കുന്നുണ്ട്, പീസനാക്കിനെയും ബാധിക്കുന്നുണ്ട്. പീസനാക്ക് പോയി ആ സ്ഥലത്തെ ആൾക്കാർ കൂടും, ലോക്കലി ആളുകൾ. ബാക്കി ഇതിന് മുമ്പ് ഇരുന്നിട്ടുള്ള ആൾക്കാരെ അവിടെ ഇവിടുന്ന് പ്രോഗ്രാം കിട്ടുന്നവർ ബാക്കി കുറച്ച് പേരോടൊക്കെ വരും. ഒരു വിധത്തിൽ ഈ പറഞ്ഞ പീസനാക്ക് പോലും സ്ട്രെങ്തിൽ കുറഞ്ഞു. പിന്നെ വലിയ പ്രസംഗരൊന്നും ആ പഴയ കാലത്തെ പോലെ കൊണ്ടുവരുന്നുമില്ല, അങ്ങനെ ഇനി കിട്ടാനുമില്ല എന്നുള്ള നിലയിലെത്തി. അപ്പോൾ പീസനാക്കിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു, ഫാമിലി കോൺഫറൻസിൻ്റെ സ്ട്രെങ്ത് തൊട്ട് കൂടുന്നുമില്ല. ഇങ്ങനെ കിടന്നപ്പോഴാണ് ഇത് ഒന്നര വിട്ടാക്കിയാൽ ഒരു വ്യത്യാസം വരും എന്നുള്ള നിലയിൽ ഈ ചിന്താഗതിയിലോട്ട് പോയത്. ഓക്കെ, എനിവേ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ IPCയുടെ ഇപ്പോൾ ഒരു വർഷം ഇടവിട്ട് ഉള്ള കോൺഫറൻസ് ആദ്യമായിട്ട് നടക്കാൻ പോയ ഫ്ലോറിഡയിൽ വിജയപ്രതീക്ഷ എന്ന് മാത്രമുണ്ട്. എനിക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ട്. എത്ര പേര് പങ്കെടുക്കും? ഒരു 3000 പേരിൽ കുറയും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. 3000 വരും. കാരണം ഇന്ന് വരെ IPC കോൺഫറൻസിൽ ആ നിലയിലൊരു നമ്പർ വന്നിട്ടില്ലല്ലോ. 3000 കുറയത്തില്ലെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം, ഞാൻ പീസനാക്കിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്, IPC കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. 16ാമത്തെ പീസനാക്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു, 10ാമത്തെ IPC കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ 2 കാര്യങ്ങളിലും ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്കറിയാം ഈ സമൂഹത്തിൻ്റെ പൾസ്. അപ്പോൾ പീസനാക്ക് ഇല്ലാത്തൊരു വർഷമാണ് അടുത്ത വർഷം 27. IPCക്കാരായ സമൂഹത്തിൽ നിന്ന് കോൺഫറൻസിന് പോകാനും കോൺഫറൻസിന് കൊടുക്കാനും താല്പര്യമുള്ള ഒരു വലിയ കൂട്ടം ഉണ്ട്. അതിന് എനിക്ക് നല്ല ബന്ധം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ എൻ്റെ കൂടെ ബ്രദർ രാജൻ ആര്യപ്പള്ളി സെക്രട്ടറി ആയിട്ടും, സാക്ഷറിയാൻ ഒക്കലോമ ട്രഷററായിട്ടും, ജോമി ജോർജ് ന്യൂയോർക്കിൽ നിന്ന് യൂത്തിൻ്റെ ആളായിട്ടും, കൊച്ചുമോൾ ജെയിംസ് ഹ്യൂസ്റ്റണിൽ നിന്ന്. അപ്പം എല്ലാവരും തന്നെ ആ നിലകളിൽ മുൻപ് പ്രവർത്തന പരിചയമുള്ളവരും കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ്സ് എല്ലാം പീസനാക്കിൻ്റെ ഒക്കെ ചുമതല വഹിച്ചിട്ടുള്ളവരാണ്. ന്യൂയോർക്കിൽ നിന്നുള്ള ജോമി അവിടെ നല്ല സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരൻ സഹോദരനാണ്. അപ്പം മൊത്തത്തിൽ നല്ലൊരു കമ്മിറ്റിയുണ്ട്. പീസനാക്ക് ഇല്ലാത്ത വർഷമാണ്, ഒർലാൻഡോയിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. ആ നിലയിൽ 3000 കുറയുന്ന ഒരു ചിന്ത എനിക്കില്ല. നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ഒർലാൻഡോ ഹിൽട്ടൺ ഹോട്ടൽ നമുക്ക് വളരെ റീസണബിൾ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പം ഞാനതിനെക്കുറിച്ച് ഒരു കാര്യത്തിലേക്കും പോകാത്തത്, എനിക്ക് പീസനാക്കിനോട് എനിക്ക് ഒരു കടപ്പാടുണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും പബ്ലിഷ് ചെയ്യാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പീസനാക്കിന് തടസ്സം ഉണ്ടാകരുത്. കാര്യം അവരൊരു ഈ വർഷം ചെയ്യുന്നു, 26-ൽ ഞങ്ങളൊരു പൈസ പോലും ആരോടും റേസ് ചെയ്യാനോ ഒന്നും ഇറങ്ങിയിട്ടില്ല. കാര്യം അവരവരുടെ കാര്യം ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങത്തുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതിനിടയ്ക്ക് വേറൊരു വാർത്ത കേട്ടു. ഈ അമേരിക്കയിൽ IPCയുടെ ഒരു ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉണ്ടാകുന്നു, ഒരു സമ്മേളനം നടക്കാൻ പോകുന്നു എന്നൊക്കെ. അത് ഇതിൻ്റെ ഭാഗമാണ്? അല്ല. പിന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇന്റർനാഷണൽ അല്ല, ഇതിന് IPC ഗ്ലോബൽ എന്നാണ്. ശരിക്കും ഗ്ലോബലി നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് IPC ഗ്ലോബൽ മീഡിയ. അതെ. അപ്പം IPC ഗ്ലോബൽ എന്ന് പറഞ്ഞു, IPC NRE എന്ന് പറയുന്നത് കേട്ടു. എന്നെ വിളിച്ച് ദൈവദാസന്മാരും സഹോദരങ്ങളും ചോദിച്ചു, ഇത് നമ്മുടെ ഈ ഫാമിലി കോൺഫറൻസിനെ പൊളിക്കാനുള്ള പരിപാടിയാണോ അതോ ഇതിന് പാരലലാണോ എന്നൊക്കെ ഉള്ള നിലയിൽ ചോദിച്ചു. ഞാൻ ഈ സംവിധാനത്തിനെ കുറിച്ച് അല്ലെന്ന് പറയാൻ കാരണം, ഇതെന്തോ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു രൂപമുണ്ട്. അതുകൊണ്ട് ഇത് എത്തറ്റം വരെ പോകും, അല്ലെ ഇത് ഈ പറയുന്ന ഈ വർഷം ഒരു സമ്മേളനം വെച്ചിട്ടുണ്ട്, എന്തോ ഇതുകൊണ്ട് സാധിക്കാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ ഇതിനകത്ത് നിന്ന് ഉറപ്പും എനിക്ക് 1-2 പേര് പറഞ്ഞു, അടുത്ത വർഷം ഇത് അമേരിക്കയിൽ ഉണ്ടാകുകയില്ല. ഈ ഇത് ഗ്ലോബലല്ലേ, നമ്മളെ UK-ലോട്ടോ ഗൾഫിലോട്ടോ ആകുമ്പോഴും ഗ്ലോബലിൻ്റെ ഭാഗമല്ല, ആഫ്രിക്ക എവിടെ വേണേലും പോകാമല്ലോ. അപ്പോൾ ഇത് അടുത്ത വർഷം അമേരിക്കയിൽ നടത്തുകയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വറീഡല്ല. പക്ഷെ വീണ്ടും
ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഓർഗനൈസേഷനും കോൺഫറൻസുകളും നടത്തുന്നത് കൊണ്ട് എന്ത് സാധിക്കാൻ പോകണു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് അവരവർ ചിന്തിക്കട്ടെ. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, എനിക്ക് ഈ ഗ്ലോബൽ ഒരു വിഷയമേ അല്ല. അതിനോട് ചേർന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ചിലർ സമീപിച്ചു. സഹകരിക്കത്തില്ലെന്ന് തന്നെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ വിഷയമല്ലല്ലോ, എൻ്റെ വിഷൻ അല്ലല്ലോ. എൻ്റെ വിഷൻ അല്ലാത്തൊരു കാര്യത്തിന് എന്നെക്കൊണ്ട് സഹകരിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷനല്ല. വിഷനുള്ളവരെ നടത്തിക്കോ. എനിക്ക് ഫാമിലി കോൺഫറൻസിന് ചുമതലയുണ്ട്. ദൈവദാസന്മാരും സഭകളും ആ വിഷയത്തിൽ എന്നോട് സഹകരിക്കുന്നുണ്ട്. ഞാൻ അത് ഭംഗിയായി ചെയ്യാൻ ആത്മീയ വർധന സമൂഹത്തിന് നല്ല നിലയിൽ ഒരു നല്ല കോൺഫറൻസ് IPCക്ക് നടക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമല്ലാതെ എനിക്ക് വെസ്റ്റഡായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇതിനകത്തില്ല. ആ നിലയിൽ ഞാൻ മുമ്പോട്ട് പോകും. ഓക്കെ. ഈ IPCയിൽ ഇപ്പം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ PM ഫിലിപ്പ് ആയിട്ടുള്ള ബന്ധം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ദൈവദാസന്മാരിൽ AC ജോർജ് ആയിട്ടാണെങ്കിലും പാസ്റ്റർ ജോൺ ഡാനിയലുമായിട്ടൊക്കെ ആണെങ്കിലും വളരെ ഹൃദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അവരെ ഓർത്താൽ ഞാൻ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞ എൻ്റെ ബ്രദറിലോ ന്യൂജേഴ്സിയിൽ താമസിക്കുന്ന ബാബുച്ചാനും എൻ്റെ വൈഫ് നാൻസിയുടെ ആങ്ങളാണ്. ആ പുള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിരുന്നത്. അപ്പം അതിനോട് പറയുമ്പോൾ ഒരു ദൈവസന്നിധിയിൽ അമേരിക്കയിൽ എന്നെപ്പോലെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം റിലേറ്റീവ്സ് പോയും ഭാര്യ പോയും ഒക്കെ പോകുന്നൊക്കെ ഇതല്ല. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ബ്രദർ അവൾക്ക് വേണ്ടി ഫയൽ ചെയ്തിരുന്നു. ടിക്ക് ഫോമും കിട്ടിയായിരുന്നു. വിവാഹം കഴിഞ്ഞു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ വീസ കോൾ വന്നു. വീസ കോള് എൻ്റെ വൈഫിനെ കിട്ടിയുള്ളൂ, എനിക്കില്ല. അപ്പം ഞാൻ കൊച്ചിനെയും കൊണ്ട് മദ്രാസ് കോൺസുലേറ്റിലേക്ക് പോയി. എൻ്റെ വൈഫിൻ്റെ ഒരു അങ്കിൾ എയർഫോഴ്സിൽ മദ്രാസിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, കൊച്ചിനെയും കൊണ്ട് ഞാൻ മിക്കവാറും ഇവിടെ നിൽക്കും, ഇവിടെ പോയി സെറ്റിലായി കഴിഞ്ഞേച്ച് പിന്നെ കുറേ വർഷം കഴിഞ്ഞ് ഞാൻ പോക്കുണ്ടാവും എന്നെൻ്റെ ചിന്ത എനിക്കുണ്ട്. കാരണം എനിക്ക് വീസ കോളില്ലല്ലോ. ഞാൻ മദ്രാസ് കോൺസുലേറ്റിൽ ചെല്ലുന്നു. കോൺസുലേറ്റ് ജനറൽ അവിടെ എന്നോട് ചോദിച്ചു, ഒന്നിച്ചു പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെയ്തിട്ട് ഇന്ന ദിവസം വരാൻ പറഞ്ഞ് വേറൊരു ഡേറ്റ് അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പറഞ്ഞ ഡേറ്റിൽ പോയി മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി, അതുമായിട്ട് ചെന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് വീസ അടിച്ചു. ഞങ്ങൾ ഒന്നിച്ച് അമേരിക്ക വന്നു. വീസ കോളില്ലാതെ അമേരിക്കയിലെത്തിയ ഒരുത്തനാണ് ഞാൻ. അന്നത് നടക്കുമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തോന്നി. ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. വേറെ എത്ര പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എത്തി. അപ്പോൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പം മുതൽ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട് തന്നെ ചേർന്ന് നിൽക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ആണ് ഞാൻ AC ഓർച്ചാൻ്റെ ചർച്ചിലേക്ക്. അതിന് മുമ്പ് ഞാൻ പാസ്റ്റർ KP തോമസിൻ്റെ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിലായിരുന്നു. അവിടെ ചെന്നപ്പം എൻ്റെ അളിയനൊക്കെ അവിടെ പോകുന്നുണ്ട്. ഞാൻ പക്ഷേ അവിടെ മെമ്പർഷിപ്പ് എടുത്തില്ല. പാസ്റ്ററോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സാവകാശം മാറും. കാര്യം അതിന് ഇച്ചിരി വെയിറ്റ് ചെയ്തതിനൊരു കാര്യവും കൂടെ ഉണ്ട്. ന്യൂയോർക്കിലെ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പാണ്, ഒരു 2 മാസം മുമ്പാണ് സ്പ്ലിറ്റായിട്ട് മാറും, IPAയും ICAയും. അപ്പോൾ ഒരിടത്ത് പാസ്റ്റർ ജോൺ ഡാനിയൽ വരുന്നു, ഒരിടത്ത് പാസ്റ്റർ KV കുര്യച്ചൻ പാസ്റ്ററായിട്ടിരിക്കുന്നു. ഇത് രണ്ടിനകത്തും പോയി കൂടാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. കാരണം ജോൺ ഡാനിയലുമായിട്ട് എനിക്ക് ഇവിടെ മുതലുള്ള ആത്മീയ ബന്ധമുണ്ട്. ഗുഡ് ന്യൂസ് വീക്കിലിയെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടുതൽ പേര് ICAയിലാണ്. എൻ്റെ നാട് കോട്ടയംകാർ കൂടുതൽ ഉള്ളത് IPAയിലാണ്, പാസ്റ്റർ KV കുര്യൻ്റെ അവിടെ. അപ്പോൾ അവിടെയും കൂടാനൊക്കത്തില്ല, ഇവിടെയും കൂടാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അല്പം വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ പാസ്റ്റർ AC ഓർച്ചാൻ്റെ ചർച്ചയിൽ ചെല്ലുന്നത്. AC ഓർച്ചാൻ്റെ ചർച്ചയിൽ ചെല്ലാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന് ഒരു പീസ്നാക്കിലെ ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാം നടക്കുന്ന ആ പീസ്നാക്കിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് തൻ്റെ സഭയിലെ ഒരു ആളിനൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹം പീസ്നാക്കിന് പോയില്ല. പോകാതെ ഈ ആളിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും ഇദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നോട് ഈ വിഷയം പറഞ്ഞത് അനിയും കുഞ്ഞ് വള്ളംകുളമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥന ഇങ്ങനെ നടക്കുന്നുണ്ട്, വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോൾ എനിക്കിതൊരു പുതുമയായിട്ട് തോന്നി. കാര്യം ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടും അതിന് പോകാതെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ആൾ സൗഖ്യമായി വിടുതൽ കിട്ടി. എനിക്ക് അന്ന് മുതൽ പാസ്റ്റർ AC ജോർജിനോട് താല്പര്യം തോന്നി. ഞാൻ ആ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് ചെല്ലുന്നത്. എന്നെ വളരെയധികം സ്വാധീനിച്ച്. ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൻ്റെ പുസ്തകം എഴുതാൻ ഉണ്ടായ എനിക്കൊരു ബൈബിൾ ടീച്ചർ എന്നുള്ള, നമ്മൾ വലിയ വേദപണ്ഡിതനൊന്നും അല്ലല്ലോ,
ഇപ്പം അനേകർ പഠിച്ചിട്ടുള്ള പോലത്തെ സിസ്റ്റമാറ്റിക് തിയോളജിയും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ നമുക്കുള്ളത് വെച്ച് നമ്മൾ വ്യാപാരം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്കൊരു ബൈബിൾ ടീച്ചർ എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കിയത് വാസ്തവത്തിൽ AC ഓർച്ചയുടെ ചർച്ചാണ്. എന്നെ ആ നിലയിൽ എനിക്ക് അവിടെ ആരും സ്വന്തക്കാരില്ലായിരുന്നു. അതുപോലെ അദ്ദേഹം എന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്നിൽ ഒരുപാട് സ്വാധീനം അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞ പാസ്റ്റർ കെയർ, നമ്മുടെ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പറയാം. ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ദിവസം, ഡിസംബർ, അതിഭയങ്കരമായ സ്നോയാണ്. ഞാൻ ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത്. ന്യൂയോർക്കിലാണ് ചർച്ച്. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു. ഞാൻ ജനുവരിയിൽ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഡിസംബറിൽ ഗ്രാൻഡ് മദർ മരിക്കുന്നത്. രാത്രി ഒരു 4 മണി 3 മണി 3:30 ആയപ്പോൾ ഫോൺ വന്നു, മരിച്ചു എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 5 മണിയായപ്പോൾ വൈഫ് AC ഓർച്ചാനെ വിളിച്ചു പറഞ്ഞു. അന്നേരം മച്ചാൻ പറഞ്ഞു, റോയിച്ചനോട് പറ, വിഷമിക്കരുത് എന്ന് പറ. ഒരു 6 മണി 6:30 ആയി കാണും. എൻ്റെ വാതിക്കലൊരു ഒരു ശബ്ദം, ആരോ വന്ന് ഡോറ് മുട്ടുന്നു. ഈ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ തല ഇങ്ങനെ കെട്ടി വലിയ ജാക്കറ്റും ഒക്കെ ഇട്ട് നിൽക്കുന്നത് പോലെ. ഞാൻ ഡോറ് തുറക്കുമ്പോൾ AC ഓർച്ചാൻ മുമ്പിൽ നിൽപ്പുണ്ട്. ഈ സ്നോയിൽ ഇദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ന്യൂജേഴ്സി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക എന്നെ കാണാൻ. എൻ്റെ ഹൃദയം വാസ്തുത അന്ന് തകർന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെയർ ചെയ്യുന്നൊരു ദൈവദാസൻ, അദ്ദേഹത്തിൽ വേറെ എന്തെല്ലാം അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഒക്കെ ചിലർ പറയാറുണ്ട്. എനിക്ക് അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ നന്മയുടെ വശങ്ങൾ കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലുണ്ട്. പാസ്റ്റർ ജോൺ ഡാനിയൽ, അദ്ദേഹവുമായിട്ട് ഞാൻ ഇവിടെ മുതൽ തന്നെ അടുത്തിടപെട്ടു. അടുത്തിടപെട്ടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രധാന ഇൻസിഡൻറ്റ് പറഞ്ഞാൽ സാംകുട്ടി പാസ്റ്റർ KC ജോണിനെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക്, ഈ POAPയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലെ ഒരു പ്രധാന പങ്ക് എനിക്കുണ്ട്. കൊണ്ടുവരുന്നു. ഞാനാണ് പരസ്യമായി എഴുന്നേറ്റ് നിന്ന് പാസ്റ്റർ KC ജോണിനെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു എന്ന് ജനറൽ ബോഡിയിൽ എഴുന്നേറ്റ് എന്ന് പറയുക. TS എബ്രഹാം റിട്ടേണിംഗ് ഓഫീസറാണ്. ഈ ടേം കഴിഞ്ഞപ്പോഴാണ് പിന്നെ KC തോമസും ജോൺ ഡാനിയലും കൊണ്ടൊരു മത്സരം വരുവാണ്. എന്നോട് KC തോമസ് പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പേര് സജസ്റ്റ് ചെയ്യണം, എഴുന്നേറ്റ് ഞാൻ നിർദ്ദേശിക്കണോ? ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. ജോൺ ഡാനിയലിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ വോട്ടും ചെയ്യത്തില്ല. കാര്യം 2 പേരും നമുക്ക് അതുപോലെ അടുത്തവരോ. സാംകുട്ടി ആ ഇലക്ഷനിൽ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വോട്ടില്ലാത്ത ഒരു ബാലറ്റ് ഉണ്ടായിരുന്നു, അതെൻ്റെയാണ്. ഞാൻ ഈ 2 പേർക്ക് വോട്ട് ചെയ്തില്ല. പക്ഷേ ജോൺ ഡാനിയലിന് വോട്ട് ചെയ്ത് വെച്ച് KC തോമസിനോട് വ്യാജം പറയാൻ എനിക്ക് പറ്റില്ല. തിരിച്ചു അതിനേക്കാൾ നല്ലത് എൻ്റെ ഒരു വോട്ട് കൊണ്ട് അതായത് ഒരു ജയവും തോൽവിയും നിശ്ചയിക്കുകയില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ജോണിച്ചാനുമായിട്ട് ഞാൻ സിയോൺ കാഹളത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നു, കൗൺസിലിരുന്നപ്പോൾ. അങ്ങനെ ആ ബന്ധങ്ങളോട് വെച്ച് നന്നായിട്ടുണ്ട്. ന്യൂയോർക്കിൽ ചെന്നിട്ടും അദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലായിരുന്നു. അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നപ്പം നമ്മുടെ സെമിനാരിയുടെ ആരംഭം മീറ്റിങ്ങിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് വന്നു. ഫ്ലോറിഡ ഒർലാൻഡോ ചർച്ചിൻ്റെ ചുമതലയെടുത്തു. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ ഇന്നും എൻ്റെ ഫോണിലുണ്ട്. ആ ഫോൺ സ്റ്റാൻലിയുടെ കയ്യിലുണ്ട് തന്നെ. ഇടയ്ക്ക് ഞങ്ങളതിൽ വിളിക്കും. ഇന്നും ആ സ്മരണ ഞാൻ വിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പീസിനാക്കിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നത്. അതുകൊണ്ട് ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ എനിക്കിൽ ഭയങ്കരമായ സ്വാധീനം അദ്ദേഹത്തിൻ്റെ തന്നെയിലുണ്ട്. പക്ഷേ KV കുര്യച്ചാനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, നല്ലൊരു തിയോളജിൻ എന്നുള്ളതായ നിലയിൽ. എന്നാൽ ഇവർ മറ്റൊരു 2 പേർ ദൈവദാസന്മാർ ഞാൻ അവരുമായിട്ട് കുറച്ചുകൂടെ അസോസിയേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ചുകൂടെ പറഞ്ഞാൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എൻ്റെ വൈഫ് നാൻസി എന്ന് പറയുന്നത് നമ്മുടെ കീഴുകര പൊടിയച്ചൻ എന്ന പാസ്റ്റർ ഈ K. എബ്രഹാമിൻ്റെ പുസ്തകത്തിൽ കീഴുകര പൊടിയച്ചൻ എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. അദ്ദേഹം ഒരു ദിവസം ബംഗ്ലാവിൽ ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങളെല്ലാം തളർന്നു വീണു. പൊടിയച്ചൻ സഹോദരൻ്റെ കുഞ്ഞുങ്ങളും തളർന്നു എന്നൊക്കെ പറയുന്ന അതാണ്. ആ കീഴര പൊടിയച്ചൻ എന്ന് പറയുന്നത് പാസ്റ്റർ AM ദാനിയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ IPC ചരിത്രത്തിലുള്ള അതിലൊരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ എൻ്റെ കൊച്ചുമോളാണ് എൻ്റെ വൈഫ്, AJ മാത്യു എന്ന് പറയുന്ന ആളിൻ്റെ നാൻസി. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു മോളുണ്ട്, എയ്മി. അതിന് ശേഷമാണ് അമേരിക്കയിൽ ചെന്ന് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. രണ്ടാമത്തെ മോള് അക്സ, പിന്നെ 3ാമത്തെ മോൾ ആഷ്ലി. അതിന് ശേഷം 12 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മോനുണ്ട്, ഏബൽ. അവർ 3 പെമ്പക്കളും മാരീഡായിട്ട് താമസിക്കുന്ന. മൂത്ത മോള് കുടുംബം ഒക്കലഹോമയിൽ, 2ാമത്തെ മോളും കുടുംബം അരിസോണയിലായിരുന്നു. അവർ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തു.
ഇളയ മോളും കുടുംബവും ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്നു. എല്ലാവർക്കും മക്കളെ ദൈവം നൽകി. ഒരാൾക്ക് മൂത്ത 2 പേർക്കും 2 മക്കൾ വീതം, ഇളയാൾക്ക് 3 കുഞ്ഞുങ്ങൾ. ഇങ്ങനെ 7 കൊച്ചുമക്കൾ ദൈവറിവേ ഞങ്ങൾക്കുണ്ട്. മോന് മെഡ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പം അടുത്ത 2 ഫ്യൂ മന്ത്സ് കഴിയുമ്പോൾ മെഡ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ദൈവസന്നിധിയിൽ വളരെ നന്ദിയോടെ ഞങ്ങൾ കുടുംബമായി മുമ്പോട്ട് പോകും. പാസ്റ്റർ റോയ് വാകത്താനവുമായുള്ള സംഭാഷണം ഇവിടെ തൽക്കാലം വിരാമമിടുകയാണ്. അദ്ദേഹം സുദീർഘമായി നമ്മളോട് സംസാരിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു, അമേരിക്കൻ മലയാളികളെക്കുറിച്ച് പറഞ്ഞു, സഭയുടെ ഇപ്പോഴത്തെ പോക്കിലുള്ള വേദന അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. സഭയ്ക്ക് എത്രയും പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും നമ്മളോട് പങ്കിട്ടു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊച്ചുമക്കളെയും ഒക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാമുട്ടി. താങ്ക് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.